2 ദിവസം നീണ്ടു നിൽക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചു. സംസ്ഥാന നേതൃയോഗങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലുണ്ടായ വീഴ്ച മനസ്സിലാക്കാൻ സംഘടനാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വിലയിരുത്തിയ സെക്രട്ടേറിയറ്റ് സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടിയില്ലെന്ന് എതിരാളികളുടെ പ്രചാരണം ചെറുക്കാനായില്ല എന്നും വിലയിരുത്തിയിട്ടുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് യോഗത്തിന്റെ അജണ്ട? പ്രധാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയല്ലേ? ദിവ്യ, തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായിട്ടാണ് ഇന്നലെ സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ ഇന്നും നാളെയുമായി സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളും CPM വിളിച്ചു ചേർത്തത്. ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത് രാവിലെ 10 മണിക്ക് ആരംഭിച്ച് ഏകദേശം വൈകുന്നേരം 7:30 വരെ നീണ്ടുനിന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. സാധാരണഗതിയിൽ ഉച്ച കഴിയുന്നതോടുകൂടി സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കാറാണ് പതിവ്. പക്ഷേ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടി അത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ സമയമെടുത്തുള്ള ചർച്ചയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായും ഇക്കാര്യത്തിൽ വിലയിരുത്തിയിരിക്കുന്ന കാര്യം അത് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടില്ല, സംസ്ഥാന തലത്തിൽ ഉണ്ടായിട്ടില്ല. പ്രാദേശിക തലത്തിൽ ഉള്ള സംഘടനാ തലത്തിലുള്ള ദൗർബല്യങ്ങൾ അത് പരിഹരിക്കാൻ കഴിയാത്തതാണ് ഈ തിരിച്ചടിക്ക് കാരണം. ഒപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാരവാഹികൾ അത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയാണ് ഇക്കാര്യത്തിലുള്ള തോൽവി ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക തലത്തിലാണ് തിരിച്ചടി എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള ഇക്കാര്യത്തിൽ വിഷയമായില്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തിരിച്ചടിയായില്ല എന്നൊക്കെ പറയുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലവിലെ വിലയിരുത്തൽ അത് താഴെത്തട്ടിൽ ഉൾപ്പെടെയുള്ള വിലയിരുത്തലുകളുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് ആ വിലയിരുത്തലിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നപ്പോൾ പുറത്താക്കാതിരുന്നത് അത് എതിർകക്ഷികൾക്ക് പ്രചാരണമാക്കി മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ ആ പ്രചാരണത്തെ മറികടക്കാൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ള ആ വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായിരിക്കുന്നു എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു പ്രചാരണ വിഷയമാവുകയും അത് മറികടക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല എന്നും പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയവും തിരിച്ചടിക്ക് കാരണവുമായി എന്ന വിലയിരുത്തലിലേക്കാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് യോഗം എത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന സമിതി യോഗങ്ങൾ ഇന്നും നാളെയുമായി ചേരുന്നത്. ആ യോഗങ്ങളിലും സ്വാഭാവികമായും ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, അതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാം, വരും ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം, ഭരണതലത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചയാണ് നിലവിൽ സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കുന്നത്.